നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിലെ പല അസോസിയേഷനുകളും ജിയാനി ഇൻഫാന്റിനോക്കും ഫിഫയുടെ ഇപ്പോഴത്തെ നടപടികൾക്കുമെതിരെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കി പരസ്യ നിലപാടെടുത്ത് നിൽക്കുമ്പോൾ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് വിമർശനവും എതിർപ്പൊന്നുമല്ല, കട്ട പിന്തുണ. ഇൻഫാന്റിനോ ഫിഫയുടെ പ്രസിഡൻ്റായി ഇനിയും തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് കട്ട പിന്തുണ അറിയിച്ചുകൊണ്ട് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ AFA സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. സപ്പോർട്ട് ഫോർ ദി വർക്ക് ഡൺ ബൈ ജിയാനി ഇൻഫാന്റിനോ അറ്റ് ഫിഫ ഓവർ ദി ലാസ്റ്റ് 10 years എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ജിയാനി ഇൻഫാന്റിനോ ഫിഫയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അത് പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. വിത്ത് ഹയസ്റ്റ് റിഗാർഡ്സ്, ഏറ്റവും ഉയർന്ന ആദരവോടുകൂടി അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് വേണ്ടി അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു. ഡിയർ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫയുടെ പ്രസിഡൻറ്റ് ഇൻഫാന്റിനോയെ അഭിസംബോധന ചെയ്യുകയാണ്. ഡിയർ പ്രസിഡൻറ്റ്, ആൻഡ് ത്രൂ യു, നിങ്ങളിലൂടെ ഞങ്ങൾ ഫിഫ ബോർഡിനോടും മറ്റുമൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തവും സുസ്ഥിരവും സുതാര്യവുമായ ഭരണരീതിയെ അടിസ്ഥാനമാക്കി ലോകത്തെമ്പാടും ഫുട്ബോളിൻ്റെ വികസനത്തിനും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള കരുത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ നടത്തി വരുന്ന ഭരണത്തിന്, ഫുട്ബോൾ ഭരണത്തിന്, ഫുട്ബോൾ ഗവേണൻസിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ്. ഫിഫ ചെയ്യുന്നതിനൊക്കെ പൂർണ്ണ പിന്തുണ. ആര്? AFA, അർജൻറ്റീന. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണത്. എന്നിട്ട് വീണ്ടും ഇൻ ദിസ് റിഗാർഡ്, ഈ വിഷയത്തിൽ ഞങ്ങൾ റീസെൻ്റ്ലി പബ്ലിക്കിൽ വന്നിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ഉണ്ടല്ലോ, അത് മറ്റേ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു സ്റ്റേക്ക് വിൽക്കാൻ പോയി എന്നുള്ള, വേൾഡ് കപ്പിൻ്റെ എന്നല്ല, ഫിഫയുടെ ഇവൻറ്റുകളുടെ നടത്തിപ്പിന് വേണ്ടി ഒരു എൻ്റർപ്രൈസ് ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു സ്റ്റേക്ക് വിൽക്കാൻ പോയല്ലോ. അപ്പോൾ അത് പേരെടുത്ത് പറയാതെ പറയുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ സമീപകാലത്ത് പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന വിഷയത്തിൽ നിങ്ങളുടെ തീരുമാനം അത് നിങ്ങൾ പിൻവലിച്ചതിന് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ പരസ്യമായി അറിയപ്പെടുന്ന സമീപകാലത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫുട്ബോൾ ഫാമിലിക്ക് തുടക്കം മുതൽ തന്നെ കുറേ സംശയങ്ങൾ സൃഷ്ടിച്ചൊരു പദ്ധതി പിൻവലിക്കാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രക്രിയയിൽ സംഭവിച്ച തെറ്റുകൾ അംഗീകരിച്ചതിനെയും ഫിഫയിലെ 211 അംഗ അസോസിയേഷനുകൾക്ക് നിങ്ങളയച്ച ഖേദപ്രകടനം, കത്തിലൂടെ നിങ്ങളയച്ച ഖേദപ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. ഫിഫയും അതിൻ്റെ മെമ്പേഴ്സും കോൺഫെഡറേഷനുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭരണപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് മുൻഗണന നൽകുന്നത് തീർച്ചയായിട്ടും വളരെ മികച്ചൊരു കാര്യമാണ്. അത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയുന്നു. സിമിലർലി, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ ഫിഫയെ മികച്ച രൂപത്തിലാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിഫയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണ നേതൃത്വമാണ് നിങ്ങളുടേത്. തുറന്നതും നേരിട്ടുള്ളതുമായ കമ്മ്യൂണിക്കേഷനിലൂടെ എല്ലാ തലങ്ങളിലുള്ള കായിക ഇനങ്ങളിലും ഫുട്ബോളിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാ അസോസിയേഷനുകൾക്കും കോൺഫെഡറേഷനുകൾക്കും നിങ്ങൾ ഈ ഫിഫ എന്ന് പറയുന്ന സംഘടനയുടെ ഡോർ ഓപ്പൺ ചെയ്തു വെച്ചത് വളരെ വലിയ കാര്യമാണ്. ദാറ്റ് ഈസ് ഓപ്പൺ ദി ഡോർ ഓഫ് ദി ഓർഗനൈസേഷൻ ടു ഓൾ മെമ്പർ അസോസിയേഷൻസ് ആൻഡ് കോൺഫെഡറേഷൻസ് സോ ദാറ്റ് ത്രൂ ഫ്രാങ്ക് ആൻഡ് ഡയറക്റ്റ് ഡയലോഗ് we can all continue to promote football at all levels and disciplines. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഫ്രം അവർ പെർസ്പെക്റ്റീവ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗവേണൻസ് മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സ്ട്രക്ചറുകളെയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറുകളെയും ഒക്കെ മാനിച്ചുകൊണ്ടാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. സുതാര്യമായ
ഭരണരീതി, ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ പാലിക്കൽ, ഇതൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫുട്ബോൾ ഫാമിലി ഒത്തൊരുമയോടെയും ശക്തിയോടെയും നിലകൊള്ളാനും കായികപരവും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മേഖലകളിലെ പുരോഗതി തുടരാനും ഇതൊക്കെ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട കായിക വിനോദം ഫുട്ബോൾ പരിശീലിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങളുടെ നിലപാടുകൾ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. Therefore, given the proximity of the next FIFA Congress, the association that I proudly preside over firmly believes and reaffirms that the way forward is to continue working under its leadership in order to continue developing better and even more inclusive football എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലെറ്റർ അവസാനിപ്പിക്കുന്നത്. അതായത് അടുത്ത ഫിഫ കോൺഗ്രസ് വളരെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മികച്ചതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഫുട്ബോൾ വികസിപ്പിക്കുന്നതിനായി നിങ്ങളുടെ നേതൃത്വത്തിൽ, അതായത് ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിന് കീഴിൽ തുടർന്നും പ്രവർത്തിക്കുക എന്നതാണ് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു വഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എഫയുടെ പ്രസിഡന്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ അധ്യക്ഷത വഹിക്കുന്ന ഈ അസോസിയേഷൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എഫ് വിശ്വസിക്കുന്നു. അത് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫിഫ പ്രസിഡന്റ് സ്ഥാനത്ത് നിർബന്ധമായിട്ടും ഇൻഫാന്റിനോ തുടരണം. ഇൻഫാന്റിനോ മഹാനാണ്. ഇൻഫാന്റിനോ ഈ രൂപത്തിലൊക്കെ ഫുട്ബോളിനെ വളർത്തിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച തുടരണമെങ്കിൽ ഇൻഫാന്റിനോ തുടർന്നേ പറ്റൂ. അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും അർജന്റീനയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.